ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു ഫൺ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. മാത്സിൻ്റെ സീക്വൻസ്. എന്താണ് മാത്സ് സീക്വൻസ്? നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ കുഞ്ഞു മക്കളെ എല്ലാവരും ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ 1 മുതൽ 10 വരെ നമ്മൾ ഒരു പേപ്പറിൽ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഒരു പേപ്പർ എടുക്കുന്നു. ആ പേപ്പറിൽ 11 to 20 വരെ. ഓക്കെ, ഇത് എൻ്റെ ഒറ്റ പേപ്പറിൽ 1 to 10 വരെ തികയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു മക്കളാണ്. നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ 1 മുതൽ 20 വരെ എഴുതപ്പം ചെറുതായിട്ട് ടൈറ്റ് ആവും. അതുകൊണ്ട് 1 to 10 എന്ന് പറയുന്നത് ഒരു പേപ്പർ എടുത്തിട്ട് ലാർജാക്കി ഇടുക. ദെൻ 11 to 20 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ലാർജാക്കി എഴുതുക. അങ്ങനെ എഴുതുമ്പോഴത്തേക്കും കറക്റ്റായിട്ടും നല്ലതുപോലെ ലാർജാക്കി കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് സ്പേസ് കിട്ടും ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇത് ഇടുങ്ങിക്കളയും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തോ ചെയ്യണം? 1 മുതൽ 10 വരെ ഒരു പേപ്പറിനകത്ത് ഉണ്ടാക്കുക. 1 2 3 4 5 6 7 8 9 10 ഇത്രയും നമ്മൾ ഒറ്റ പേപ്പറിൽ നിർത്തണം. ഓക്കെ, ദെൻ അടുത്തത് എഴുതപ്പോൾ നമ്മൾ അടുത്ത പേപ്പറിൽ നിർത്തുക. അപ്പോൾ നമ്മൾ 1 മുതൽ 10 വരെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നല്ലതുപോലെ പഠിച്ചിരുന്നു. അപ്പം അതുപോലെ എന്തോ ചെയ്യുക, ഇത് ക്ലിയർ ആക്കി 1 to 10 വരെ ക്ലിയർ ആക്കി എഴുതണം. നോക്കിക്കേ, 1 2 3 4 5 6 ഇത്രയും വരെ നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് രീതിയിൽ കറക്റ്റായിട്ട് ഒരു വെള്ള പേപ്പർ എടുക്കുക. അതിനകത്ത് 1 മുതൽ 10 വരെ പെൻസിൽ യൂസ് ചെയ്യാനേ നമ്മുടെ കുഞ്ഞു മക്കളാണ്, അവരോട് പെൻസിൽ യൂസ് ചെയ്യാനേ ഞാൻ പറയും. അപ്പോൾ എന്തോ ചെയ്യണം? പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് 1 മുതൽ 10 വരെ എഴുതുക. എന്നിട്ട് അതിൻ്റെ മേലിൽ എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും മതി. ഒന്നീ സീക്വൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് സാധനം ഉണ്ടെങ്കിലോ ആ സാധനങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് നമ്പേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതുപോലുള്ള ഫൺ ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യുന്നത്. ആൽഫബറ്റിൻ്റെ ഒരു ഫൺ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളം ലെറ്റേഴ്സിൻ്റെ ഒരു ഫൺ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ മാത്സിനും ഒരു ഫൺ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ഫൺ ആക്ടിവിറ്റി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളെ റിവൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള പോർഷൻസ് വീണ്ടും റിപ്പീറ്റായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി ഇതുപോലെ ഫൺ ആക്ടിവിറ്റി ആയപ്പോൾ എന്താണ്, നമ്മുടെ കുഞ്ഞു മക്കളാണ്, അവർക്ക് ഒരുപാട് എൻജോയ് ചെയ്തുകൊണ്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇത് ഞാൻ എഴുതുന്നതെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഓക്കെ,
to 10 വരെ ഉള്ളത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 11 to 20. നോക്കിക്കേ, 11 to 20 വരെയുള്ള നമ്പേഴ്സാണ് ഇനി അടുത്ത നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇത്രയും നമ്പേഴ്സാണ് ഇനി നമ്മൾ അടുത്ത സെറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ആക്ടിവിറ്റി? ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അതിന് എന്തോ വേണം? നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾ എന്തോ ചെയ്യുക, നല്ലതുപോലെ 1 to 10 എന്ന് പറയുന്ന നമ്പേഴ്സ് നല്ലതുപോലെ പഠിച്ചാൽ മാത്രമേ ബാക്കി ബാലൻസ് 11 to 20 11 to 20 ഇനി അങ്ങോട്ടുള്ള നമ്പേഴ്സ് എല്ലാം നല്ലതുപോലെ പഠിക്കണമെങ്കിൽ എന്തോ വേണം? 1 to 10 വരെയുള്ള നമ്പേഴ്സ് നല്ലതുപോലെ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വീഡിയോസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആദ്യം മുതൽ ഉള്ള നമ്പേഴ്സിൻ്റെ വീഡിയോസ് കറക്റ്റായിട്ടും ഫോളോ ചെയ്യുക. അത് കറക്റ്റായിട്ടും ഫോളോ ചെയ്ത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകൾ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ എങ്ങനെയാണ് നമ്മൾ 1 to 20 വരെ എഴുതുന്നതെന്ന്. ഇപ്പം നമ്മൾ 11 to 15 വരെ നമ്മൾ നമ്പേഴ്സ് നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 16 to 20 സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ.
നമ്മളിപ്പോൾ 11 മുതൽ 20 വരെയുള്ള നമ്പേഴ്സാണ് സെറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. നമ്മൾ ഇന്ന് ഏതൊക്കെയാണ് സെറ്റ് ചെയ്തത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇത്രയും നമ്പേഴ്സാണ് നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തത്. ഓക്കേ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഹായ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.